ഹായ് ഹലോ എല്ലാവർക്കും അമ്പുഡൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ഇന്ന് അമ്പുഡൂസിൻ്റെ ചോറൂണാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അമ്പുഡൂസിന് ചോറ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ പോയത്. ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ ഞാനുണ്ട്, അമ്മയുണ്ട്, മണിച്ചേച്ചി, അശ്വേച്ചി, മണിച്ചേച്ചിയുടെ മക്കൾ, അശ്വേച്ചിയുടെ മക്കൾ, പിന്നെ അപ്പൂട്ടൻ, പിന്നെ വല്യച്ഛൻ, അമ്മ, അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് സൂപ്പറായിട്ടാണ് പോയത്. രാവിലെ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ സൂപ്പറായിരുന്നു. ട്രാവലറായിരുന്നു കേട്ടോ, കുഞ്ഞു ട്രാവലറായിരുന്നു. നമ്മളൊരു 11-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ട്രാവലർ. ഇത് അമ്പുഡൂസ്. അങ്ങനെ എൻ്റെ അമ്പുഡൂസ് ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. അമ്പുഡൂസിനെ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമാണ്, പക്ഷെ അതേപോലെ സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ധനീഷേട്ടൻ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ ഞാനും ധനീഷേട്ടനും ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ധനീഷേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ വല്യച്ഛനാണ് ചോറ് കൊടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ സാരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും സെറ്റുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാരിയാണ് എടുത്തത്. അമ്പുഡൂസിന് പിന്നെ അവിടെ ചെന്നിട്ട് മുണ്ടുപിടിപ്പിച്ചിട്ടല്ലേ ചോറൊക്കെ കൊടുക്കുക. അപ്പോൾ അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു 4:30 ആയപ്പോഴത്തേക്കും ഗുരുവായൂരെത്തി. ഞങ്ങളിതാ ഇറങ്ങി എല്ലാവരും. അപ്പോഴത്തേക്കും അമ്പുഡൂസ് പോട്ടൻ്റെ കയ്യിലായി. അമ്പുഡൂസ് ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അമ്പുഡൂസ്. വലിയ ബഹളവും കാര്യങ്ങളും കരച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല, ഭാഗ്യം. അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. അമ്പുഡൂസിനെ ഒരു നിമിഷം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചൊരു സമയമുണ്ട്. ആ സമയത്തിൽ ഞങ്ങൾ നേർന്നതാണ് അമ്പുഡൂസിനെ ഗുരുവായൂർ കൊണ്ടുവന്ന് ചോറ് കൊടുത്തിട്ട് തുലാഭാരം കഴിച്ചേക്കാന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ദൈവം നടത്തി തന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അമ്പുഡൂസിന് ചോറ് കൊടുക്കാൻ ഞങ്ങൾ വന്നിക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതിൻ്റേതായ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. പിന്നെ ധനീഷേട്ടന് മാത്രം ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു സങ്കടമുണ്ട്. അപ്പം ഇവിടേക്ക് ആണെങ്കിൽ മാമന്മാരാണ് കൊടുക്കേണ്ടത്. അതായത് എൻ്റെ ഏട്ടനുണ്ടെങ്കിൽ എൻ്റെ ഏട്ടനാണ് കൊടുക്കേണ്ടത്. പക്ഷേ എനിക്ക് ഇപ്പോൾ അമ്പുഡൂസിന് ആ ഭാഗ്യം ഇല്ലാണ്ടായി. അല്ലെങ്കിൽ പിന്നെ അച്ഛനാണ് കൊടുക്കാറ്. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ വല്യച്ഛൻ കൊടുത്തു. വല്യച്ഛനാണ് ചോറ് കൊടുത്തത് അവന്. പിന്നെ ഞങ്ങളിത് അവിടുന്ന് നേരെ ഇറങ്ങി അമ്പലത്തിലോട്ട് പോണ വഴിക്ക് എല്ലാവർക്കും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. എനിക്കും ചിന്നുവിനും ഉണ്ണിമോക്കും മണിച്ചേച്ചിക്കും ഐശ്വര്യച്ചിക്കും ഒക്കെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തലയിലൊക്കെ വെച്ചു കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലത്തെ സമയമായതുകൊണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ചീട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം ചോറൂണിൻ്റെ. അങ്ങനെ കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചോറൂണിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ ഏവനെ ഞാനാണ് വയ്ക്കുന്നത്. അപ്പോൾ ഫോണ് അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ അകത്തെ വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ചോറൂണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ പുറത്തെ കാര്യങ്ങളാണ് ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. പുറത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് നല്ല വിലയാണ് കേട്ടോ ഗുരുവായൂർക്ക് മുല്ലപ്പൂവിന്. എന്താ വില ഇവിടുത്തെ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെക്കാട്ടി വില അവിടെയാണോ തോന്നുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുല്ലപ്പൂവൊക്കെ വെച്ചു. അടിപൊളിയായി, സുന്ദരി കുട്ടികളായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളിനി പോവുകയാണ്. പിന്നെ വല്യച്ഛന് പതിയെ നടന്നു വരാൻ പറ്റുള്ളൂ. കാരണം വല്യച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് പതിയെ നടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും പോവുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അമ്പുഡൂസിന് ചോറൂണ് പെട്ടെന്ന് അമ്പുഡൂസ് വലുതായത്. ഇതാ ഡെലിവറി കഴിഞ്ഞു, ചരടുകെട്ട് കഴിഞ്ഞു, ഇപ്പോൾ ഇതാ ചോറൂണായി. ഇനി അടുത്ത പിറന്നാൾ വരും. അപ്പോൾ എൻ്റെ അമ്പുഡൂസ് പതിയെ വലിയ വലിയ കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വല്യച്ഛനാണ് അവന് ചോറ് കൊടുക്കണം. അമ്പാടിക്ക് ചോറ് കൊടുത്ത വല്യച്ഛനാണ് കേട്ടോ. പാറൂസിന് ചോറ് കൊടുത്ത വല്യച്ഛനല്ല. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂരെത്തി. എന്നിട്ട് നേരെ അമ്പുഡൂസിനൊരു മുണ്ടൊക്കെ മേടിച്ചു കേട്ടോ. നേരെ ഒരു മുണ്ട് മേടിച്ചു അമ്പുഡൂസിന്. ഞങ്ങളെത്തിയപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവനെ ചോറൂണിന് നേരെ കയറി കാണാമായിരുന്നു. ചോറൂണ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി. പിന്നെ വല്യച്ഛനെ സീനിയർ സിറ്റിസണിൽ കയറി കാണിച്ചു. പിന്നെ അവർ ക്യൂ നിന്ന് കാണുകയാണ് കേട്ടോ ചെയ്തത്.
പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും കാണാൻ പറ്റിയില്ല. കാരണം ഉച്ചപൂജ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂജ നടക്കുന്നുണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ആരും കയറ്റി വിടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരാരും ഗുരുവായൂരപ്പനെ കണ്ടില്ല. അവർ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ 7ാം മാസത്തിലൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അപ്പോട്ടെ ഈ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് വന്ന് കണ്ടത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നില്ല. എന്നാലും അമ്മയ്ക്ക് നല്ല സങ്കടം വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാനും അമ്മയും അമ്പുടൂസും വല്യച്ഛനും നന്നായിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു. അമ്പുടൂസിന് കുറേ നേരം നിർത്തി ഗുരുവായൂരപ്പനെ കാണിച്ചു അവർ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ചോറൂണ് എന്താ പറയുക, വലിയ വാരി തോന് ചോറൊക്കെ വെച്ചാണ് കേട്ടോ വാരി കൊടുത്തു. എന്നിട്ട് അവൻ കരഞ്ഞൊന്നുമില്ല. ചോറ് കൊടുക്കാത്തതിനാണ് കരഞ്ഞത്, അല്ലാണ്ട് ചോറ് കൊടുത്തതിന് അവൻ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ് കൊടുക്കാതിരുന്നതിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇനി വേണം പറഞ്ഞു. അപ്പോൾ എരിയും പുളിയും ഒക്കെ കൂട്ടിയിട്ടാണ് അവന് ചോറ് കൊടുത്തത്. അപ്പോൾ നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ 2 സൈഡിലും. പിന്നെ അമ്പുടൂസിനൊന്നും പറയാറായില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴത്തേക്കൊക്കെ അമ്പുടൂസ് നല്ല ഉറക്കമായി കേട്ടോ. പുറത്തേക്ക് ഫീഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ കയറി ഫീഡൊക്കെ ചെയ്തു അമ്പുടൂസിനെ. അപ്പോഴത്തേക്കും അമ്പുടൂസ് ഉറങ്ങി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഞാനും അമ്മയും പിന്നെ കുറച്ച് പേരും കൂടെ പൂരിയൊക്കെയാണ് കഴിച്ചത്. അത് മറ്റുള്ളവരൊക്കെ മസാല ദോശയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ചാവക്കാട് ബീച്ചിൽ പോവുകയാണ് കേട്ടോ. ഞാനും ദിനേശനും പോയിട്ടുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലാണ് പോയത്. അപ്പോൾ ആ ബീച്ചിൻ്റെ ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അമ്പുടൂസ് എൻ്റെ കയ്യിലായിരുന്നു. അവരെല്ലാവരും പുറത്തിറങ്ങി, ഞാൻ പുറത്തിറങ്ങിയില്ല. കാരണം കൊട്ട വെയിലത്താണ് ബീച്ചിൽ പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ആനക്കൊട്ടിലാണ് കേട്ടോ. ഗുരുവായൂർ ആനക്കൊട്ടിൽ അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും ശ്യാമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ആനക്കൊട്ടിൽ വന്നു. ഞാൻ വന്ന് കണ്ടിട്ടുണ്ടല്ലോ, ഞാനും അമ്മയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം കറങ്ങി കാണാനൊന്നും നിന്നില്ല കേട്ടോ. ആനക്കൊട്ടിൽ കുറച്ച് ആനകളൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും അമ്പുടൂസും കൊണ്ട് ഒരു സ്ഥലത്ത് പോയി അങ്ങോട്ട് ഇരുന്നു. അമ്പുടൂസിനെയും കൊണ്ട് നടക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അവന് ചെറിയ നിർബന്ധമൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെന്താ, ഞങ്ങൾ ആനയെ തൊട്ടു. ഞാനും അമ്പുടൂസും ഒരു പിടിയാനയാണെന്ന് തോന്നുന്നു. ഈ ആനക്കുട്ടീനെയാണ് ഈ ആനക്കുട്ടീനെ തൊട്ടു. എന്താ പറയുക, ആന എന്തോ ഒരു പാറപ്പുറം പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ആനയെ തൊടുന്നത് കേട്ടോ. കുട്ടിയിലെ ആനയുടെ അടിയിൽ കൂടെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്പുടൂസ് ആദ്യമായിട്ട് ആനയെ തൊട്ടു. ഈ പ്രായത്തിൽ തന്നെ അമ്പുടൂസിന് എന്താ പറയുക, വലുതാകുമ്പോൾ അമ്പുടൂസിന് തന്നെ സ്വന്തമായിട്ട് കാണാം. ഞാൻ ആനയെ തൊട്ടതൊക്കെ വീഡിയോയിൽ. എന്തായാലും ഭാഗ്യമുള്ള അമ്പുടൂസിന് ഒരു പേടിയില്ല. ആനക്കുട്ടിയെ കണ്ടപ്പോൾ അമ്പുടൂസ് നോക്കിക്കൊണ്ടിരിക്കുക കണ്ടോ. അമ്പുടൂസ് ഇതാ തൊടുക ആനക്കുട്ടീനെ. എന്താ പറയുക, പാറപ്പുറ പോലെ ഉണ്ട് പിറം കേട്ടോ. ഒന്നും മിണ്ടിയില്ല. ആ ആന പാവം ആനക്കുട്ടിയാണ് തോന്നുന്നു. എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിമോളും ചിന്നും ഒക്കെ തൊട്ടു കേട്ടോ. ആനക്കുട്ടീനെ പാപ്പാനാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കണേ. ആനക്കുട്ടി പാവ, ഒന്നും മിണ്ടല്ല. അത് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും വന്ന് തൊട്ടിട്ട് പോവുക, അത്ര തന്നെ. അത് ആരെയും നോക്കണമില്ല, തിരിഞ്ഞു നോക്കണമില്ല, ഒന്നുമില്ല. അതങ്ങനെ നിൽക്കുക. അങ്ങനെ കുറേ ആനകളുണ്ട്. പക്ഷെ മതളകിയ ആനകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ, അമ്പുടൂസിൻ്റെ ചോറൂണും ഭംഗിയായിട്ട് നടന്നു. ചോറൂണ് കഴിഞ്ഞു, തുലാഭാരം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അകത്തൊന്നും വീഡിയോ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ ഇനി നാളെ അമ്പുടൂസിന് ഇവിടെ ചോറൂണുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.